My dear students, ഡോക്ടർ ജെയിംസ് ടൈലർക്കിൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ യൂട്യൂബ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 125-ാമത്തെ എപ്പിസോഡിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ പൾസാറ്റില എന്ന അധ്യായം ആരംഭിക്കുകയാണ്. പൊതുവെ ഹോമിയോപ്പതിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുള്ളവർക്കൊക്കെ അറിയാവുന്ന അവരുപയോഗിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പോളിക്രസ്റ്റ് ആണ് പൾസാറ്റില. എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യർക്ക് വരുന്ന ഒട്ടനവധി രോഗാവസ്ഥകളിൽ പ്രയോഗസാധ്യതയുള്ള ഔഷധങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് പൾസാറ്റില. വിശേഷിച്ചും സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെയാണ് ഇതിൻ്റെ പ്രയോഗം കൂടുതലായി വരുന്നതെങ്കിലും പുരുഷന്മാർക്കും അതിൻ്റെ ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുമ്പോൾ പുരുഷന്മാരിലും നല്ല റിസൾട്ട് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഹോമിയോപ്പതിയായിട്ട് പരിചയപ്പെട്ട ആദ്യ കാലഘട്ടങ്ങളിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും കുട്ടികളിലും ഒരേപോലെ ഈ ഔഷധത്തിൻ്റെ വളരെ ഭംഗിയായ പ്രവർത്തനം കാണാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാവി പ്രാക്ടീസിലും ശരിയായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമായ റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളൊരു ഔഷധം. അങ്ങനെ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ വേഗം റിസൾട്ട് കാണിക്കുന്ന ഒരു ഔഷധമാണ് പൾസാറ്റില. നമുക്കതിൻ്റെ സിംറ്റംസിലേക്ക് അതിൻ്റെ ജനറാലിറ്റീസും ജനറൽ നേച്ചറും ഒക്കെ നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് സെറ്റ് ടു ബി എ വെരി ഗുഡ് മെഡിസിൻ ഫോർ വുമൺ, ഫോർ ബ്ലോൺസ്, എസ്പെഷ്യലി ഫോർ ടിയർഫുൾ ബ്ലോൺസ്. പൊതുവേ സ്ത്രീകൾക്ക് ഉപകരിക്കുന്നതാണെന്ന് പറയുന്നത്. ടിയർഫുൾ ബ്ലോണ്ട് എന്ന് വെച്ചാൽ ബ്ലോൺസ് എന്ന് വെച്ചാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ നല്ല സ്വർണ്ണ തലമുടിയുള്ള നല്ല സ്വർണ്ണ നിറത്തിൽ അല്ലെങ്കിൽ ലൈറ്റ് കളേർഡ്, നമ്മളിവിടെ പൂച്ചക്കണ്ണെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കണ്ണുള്ളവർ, നല്ല ഒരു യെല്ലോയിഷ് അല്ലെങ്കിൽ പെയിൽ കളറുള്ളവർ, അതാണ് ബ്ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതൽ യോജിക്കുന്നതാണ്. It is one of the polycrusts and one of the medicines most frequently used as well as often abused. മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ള സാധനം അബ്യൂസ്ഡുമായിരിക്കും. കാരണം പൊതുവെ പോളിക്രസ്റ്റിനൊക്കെ പറ്റുന്നതാണത്. വായിച്ചു നോക്കുമ്പോൾ എല്ലാ രോഗങ്ങൾക്കും ഇത് പറ്റുമെന്ന് തോന്നുന്നു നമുക്ക്. പക്ഷെ അങ്ങനെയല്ല, അബ്യൂസ് കൊണ്ട് മോശം റിസൾട്ടും ഉണ്ടാവും. പക്ഷേ ഈ പോളിക്രസ്റ്റിനേക്കാൾ അപ്പുറം ശരിക്കും പനേഷ്യ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ സർവ്വരോഗ സംഹാരി എന്ന് പറയാൻ പറ്റുന്ന ചില സാധനങ്ങളുണ്ട്. ഹോമിയോപ്പതിയിൽ തന്നെ ഉണ്ട്. സന്ദർഭം വരുമ്പോൾ ഞാൻ പറയാം. പക്ഷെ ഇത് പനേഷ്യ അല്ല, ഇതൊക്കെ പോളിക്രസ്റ്റിൽ പെടുന്നതാണ്. അത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് തോന്നും ഇതെല്ലാത്തിനും പറ്റുമെന്ന്. പക്ഷേ അങ്ങനെയല്ല, കൃത്യമായ ഇൻഡിക്കേഷൻ ഉണ്ട്. കെൻറ്റിൻ്റെ ഈ ലെക്ചേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ആ ടിപ്പിക്കലായിട്ട് ആ ഒരു ഔഷധത്തിൻ്റെ ആ ഒരു ചിത്രം, ആ ഒരു രോഗിയുടെ ചിത്രം നമുക്ക് ലഭിക്കും. ഈ അബ്യൂസിനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല ശരിയായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ. ദ പൾസാറ്റില പേഷ്യൻ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് വൺ ഫൗണ്ട് ഇൻ എനി ഹൗസ് ഹോൾഡ് വേർ ദർ ആർ പ്ലെൻറ്റി ഓഫ് യങ് ഗേൾസ്. അപ്പോൾ ഒരു പൊതുവെ ഒരു ഫെമിനിൻ റെമഡി ആയതുകൊണ്ടാണ് പറയുന്നത്. ധാരാളം പെൺകുട്ടികളുള്ള പഴയ സ്ഥിതി അനുസരിച്ച് ഇപ്പോൾ 1-1.25 നൂറ്റാണ്ട് മുമ്പുള്ള കാര്യമാണ്. ധാരാളം പെൺകുട്ടികളുള്ളൊരു വീട്ടിലാണെങ്കിൽ 1-2 പേരെങ്കിലും പൾസാറ്റില പേഷ്യൻസ് ഉണ്ടാകും. അത്രയ്ക്ക് ഫ്രീക്വൻ്റ് ആണ് അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. വിശേഷം സ്ത്രീകളിൽ. ഷീ ഈസ് ടിയർഫുൾ, പ്ലത്തോറിക് ആൻഡ് ജനറലി ഹാസ് ലിറ്റിൽ ക്രെഡിറ്റ് ഫോർ ബീയിങ് സിക്ക് ഫ്രം ഹെയർ അപ്പിയറൻസസ്. അപ്പോൾ ടിയർഫുള്ളാണ്. ഒരു പൊതുവെ സ്ത്രീകളുടെ ഒരു നേച്ചറാണ്. എപ്പോഴും കരച്ചിൽ വരുന്ന, എന്തെങ്കിലും പറഞ്ഞാൽ വിതുമ്പുന്ന തരത്തിലുള്ളൊരു ബ്ലോണ്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ. പ്ലത്തോറിക്ക്, പൊണ്ണത്തടിയുള്ള തരം. പിന്നെ അവർ കണ്ടാൽ അവരെ അസുഖമാണെന്ന് തോന്നില്ല. ബട്ട് ഹാസ് ലിറ്റിൽ ക്രെഡിറ്റ് ഫോർ ബീയിങ് സിക്ക് ഫ്രം ഹെയർ അപ്പിയറൻസസ്. അവരെ കണ്ടു കഴിഞ്ഞാൽ, അവരുടെ മട്ടും ഭാവം കണ്ടു കഴിഞ്ഞാൽ ഒരു അസുഖക്കാരിയാണെന്ന് തോന്നുകയില്ല. യെറ്റ് ഷീസ് മോസ്റ്റ് നെർവസ്, ഫിഡ്ജറ്റി, ചേഞ്ചബിൾ, ഈസിലി ലെഡ് ആൻഡ് ഈസിലി പേഴ്സുവേഡഡ്. അപ്പം അങ്ങനെയൊക്കെ ആരോഗ്യവതിക്കാൻ തോന്നിയാലും വളരെ നെർവസാണ്. ഫിഡ്ജറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുകൊണ്ട് അതേ മീനിങ് ആണത്. ടെൻഷനൊക്കെ ഉള്ളൊരു ടൈപ്പ്. ചേഞ്ചബിൾ, അത് പെട്ടെന്ന് അവരുടെ മൂഡ് മാറ്റാൻ പറ്റും. ചിരിച്ചുകൊണ്ടിരുന്നവരെ കരയിക്കാൻ പറ്റും.
കരഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് എളുപ്പത്തിൽ അവരെ ചിരിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഈസിലി ലെഡ്, അതുപോലെ തന്നെ അവരെ ഒരു വഴിയിലേക്ക് അവരെ മാനുവർ ചെയ്യാൻ പറ്റും, ഒരു വഴിയിലേക്ക് അവരെ പറഞ്ഞ് പ്രേരിപ്പിക്കാണ്ടോ. ഈസിലി പേഴ്സ്വേഡഡ്, ഒരു പേഴ്സ്വേസീവ് ആയിട്ടുള്ള ആളുകൾക്ക് അവരെ പറഞ്ഞ് പ്രേരിപ്പിക്കാൻ പറ്റും. സ്ത്രീകൾക്ക് എത്രമാത്രം വൾണറബിളാണെന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു കണ്ടീഷനുള്ളവർ. അപ്പോൾ അതാണ് പൾസാറ്റിലിറ്റി നേച്ചർ. വൈൽ ഷീ ഈസ് മൈൽഡ്, ജെന്റിൽ ആൻഡ് ടിയർഫുൾ, യെറ്റ് ഷീ ഈസ് റിമാർക്കബിളി ഇറിറ്റബിൾ, നോട്ട് ഇൻ ദ സെൻസ് ഓഫ് പനാസിറ്റി, ബട്ട് ഈസിലി ഇറിറ്റേറ്റഡ്, extremely touchy, always feel slighted or fears she will be slighted, sensible to every social influence. വളരെ മൈൽഡാണ്, മൈൽഡ് ജെന്റിൽ ഇറിറ്റബിൾ എന്നുള്ള, മൈൽഡ് ജെന്റിൽ ടിയർഫുൾ എന്നുള്ള ഇവിടെ ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുക. അത്രയ്ക്ക് പ്രൊമൻ്റ് ആണത്. മൈൽഡ് ജെന്റിൽ ടിയർഫുൾ, യെറ്റ് ഷീ ഈസ് റിമാർക്കബിളി ഇറിറ്റബിൾ, വളരെ ഇറിറ്റബിളാണ്. അവരെ എങ്ങനെയാണ് ഈ ഇറിറ്റബിൾ എന്ന് പറയുന്നത് ഈ പനാസിറ്റിയുടെ ഒരു പശ്ചാത്തലത്തിലില്ല. പനാസിറ്റി എന്ന് വെച്ചാൽ ഇങ്ങനെ വാദിച്ച് തർക്കിച്ച് ജയിക്കുന്ന ടൈപ്പാണ്. അങ്ങനെ വാദിച്ച് തർക്കിച്ച് ജയിക്കുന്ന തരം ഇറിറ്റബിലിറ്റി അല്ല, മൈൽഡായിട്ടുള്ള ഇറിറ്റബിലിറ്റി. ബട്ട് ഈസിലി ഇറിറ്റേറ്റഡ്, എക്സ്ട്രീംലി ടച്ചി, ഓൾവേസ് ഫീൽ സ്ലൈറ്റഡ് ഓർ ഫിയർ ഷീ വിൽ ബി സ്ലൈറ്റഡ്. അതായത് ആരെങ്കിലും തന്നെ അധിക്ഷേപിക്കും, തന്നെ അപമാനിക്കും എന്നൊക്കെ കരുതി ഇങ്ങനെ നടക്കുന്ന ആളുകൾ, ഒരു ദൗർബല്യമുള്ളൊരു തരം, കരുത്തില്ല, മനക്കരുത്തില്ലാത്ത ആളുകൾ. ഒരു ശകാരിക്കുകയോ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തകർന്നു പോകുന്ന തരം. അപ്പോൾ അങ്ങനെ വഴി കാണുന്ന ഒരാൾ തന്നെ ഇൻസൾട്ട് ചെയ്യും, അങ്ങനത്തെ വിചാരത്തോടെ നടക്കുന്ന ആളുകളുണ്ട്. അത്തരം തരത്തിലുള്ള ഒരാളാണ്. സെൻസിറ്റീവ് ടു എവരി സോഷ്യൽ ഇൻഫ്ലുവൻസ്, സമൂഹത്തിൻ്റെ പ്രേരണകളോട് വളരെയധികം സെൻസിബിളാണ്. സാമൂഹികമായുള്ള പ്രേരണകൾ, അവർക്കൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി ഇല്ല. സമൂഹത്തിൻ്റെ പോക്ക് എങ്ങനെയാണോ, സമൂഹത്തിൻ്റെ അഭിപ്രായങ്ങളും പ്രേരണകളും എങ്ങനെയാണോ അതിന് എളുപ്പത്തിൽ വശംവദരായി പോകും. അങ്ങനത്തെ ഒരു ടൈപ്പാണത്. മെലങ്കോളിക്, സാഡ്നെസ്, വീപ്പിംഗ്, ഡെസ്പെയർ, റിലീജിയസ് ഡെസ്പെയർ, ഫനാറ്റിക്കൽ, ഫുൾ ഓഫ് നോഷൻസ് ആൻഡ് വിംസ്, ഇമാജിനേറ്റീവ്, എക്സ്ട്രീംലി എക്സൈറ്റബിൾ. ഉണ്ടോ? എല്ലാത്തരം പ്രയാസമാണ്. മെലങ്കളി, വളരെയധികം മനോദുഃഖമുണ്ട്. സാഡ്നെസ്, അതിൻ്റെ തന്നെ മറ്റൊരു ഭാവമാണ് ദുഃഖഭാവം. വീപ്പിംഗ്, എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കൽ. ഡെസ്പെയർ, നിരാശപ്പെട്ടിരിക്കൽ. റിലീജിയസ് ഡെസ്പെയർ, അത് മറ്റൊരു വശമാണ്. മതബോധത്തിൽ നിന്നുണ്ടാകുന്നൊരു ദുഃഖം. മതത്തിൽ പറയുന്ന പോലെ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നില്ലല്ലോ, മതത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് പൊതുജനങ്ങൾ പോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ദുഃഖിക്കൽ. ആളുകൾക്ക് മോക്ഷം കിട്ടുന്നില്ലല്ലോ, ആളുകളൊക്കെ പാപം ചെയ്യുന്നല്ലോ, മതത്തിൽ പറയുന്ന മോക്ഷവും നിത്യരക്ഷയും ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ദുഃഖിക്കുന്ന റിലീജിയസ് ഡെസ്പെയറുള്ളൊരു. ഫനാറ്റിക്കൽ, ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഫനാറ്റിസിസം. ഫുൾ ഓഫ് നോഷൻസ് ആൻഡ് വിംസ്, പലതരം വികാരങ്ങളും ചിന്തകളും വാശികളും. ഇമാജിനേറ്റീവാണ്, ഭാവന ഉള്ളവരാണ്. എക്സ്ട്രീംലി എക്സൈറ്റബിളാണ്, അവർ എളുപ്പത്തിൽ അവർ ഉത്തേജിതരാകും. ഷീ ഇമാജിൻസ് ദ കമ്പനി ഓഫ് ദ ഓപ്പോസിറ്റ് സെക്സ് ഈസ് എ ഡേഞ്ചറസ് തിങ് ടു കൾട്ടിവേറ്റ്. അപ്പോൾ ഇത് സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും രണ്ട് കൂട്ടർക്കും ബാധകമാണ്. എതിർലിംഗത്തിൽപ്പെട്ട ഒരാളുമായിട്ടുള്ള ബന്ധം വളർത്തിയെടുക്കൽ അത് വളരെ അപകടകരമാണ്. ലൈംഗികത പാപമാണ്. അതൊക്കെ ഈ മതബോധത്തിൽ നിന്ന് വരുന്ന ഇത്തരം പാപബോധങ്ങൾ, മതത്തിൽ നിന്ന് കിട്ടുന്ന പാപബോധങ്ങളെ അതേപടി സ്വീകരിച്ച് പ്രകൃതി നിയമത്തിന് വിരുദ്ധമായി പോലും ചിന്തിക്കുന്നത് വിവാഹം കഴിക്കണ്ട, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് ഉള്ള ബന്ധം വേണ്ടി വരും, അത് തെറ്റാണ്, പാപമാണ്, അങ്ങനെയൊക്കെയുള്ള ചിന്ത. ഇത് സ്ത്രീകളെക്കുറിച്ചല്ല പുരുഷന്മാരെക്കുറിച്ചും ബാധകമാണ്. And that it is dangerous to do certain things well established in society as good for the human race. മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ വിവാഹം എന്നുള്ള കാര്യം, മാനവരാശിയുടെ നിലനിൽപ്പിന് റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള ഒരു സാമൂഹിക സംവിധാനം, അപ്പോൾ അതൊക്കെ തെറ്റാണെന്ന് തോന്നുന്നില്ല. ദീസ് ഇമാജിനേഷൻസ് ബിലോങ് ടു ഈറ്റിംഗ് ആസ് വെൽ ആസ് തിങ്കിങ്. ഈ കാര്യങ്ങൾ ഭക്ഷണത്തെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും ഒക്കെ ബാധകമാണ്. ചില ഭക്ഷണ സാധനങ്ങൾ, പാനീയങ്ങൾ തെറ്റാണ്, അത് കഴിക്കുന്നത് പാപമാണെന്ന് കരുതൽ,
അതായത് മതമായിട്ട് ബന്ധപ്പെട്ട മതത്തിൻ്റെ ശാസ്ത്രങ്ങൾ, ചില ഭക്ഷണ സാധനങ്ങൾ നിഷിദ്ധമാണ്. ഓരോ മതത്തിനും ഓരോതായിട്ടുള്ള നിഷിദ്ധ സിദ്ധാന്തങ്ങളുണ്ട്, ചില പാനീയങ്ങളെ കുറിച്ചുള്ളത്. അപ്പോൾ അതൊക്കെ അതേപടി എടുത്തിട്ട് അതൊക്കെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന ആളുകൾ, അതാണ് റിലീജിയസ് ഫാനാറ്റിസം. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എല്ലാ മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഈ ഒരു ഫാനാറ്റിസം ഉണ്ട്. അപ്പോൾ അത് ഈ മൈൽഡായിട്ടുള്ള ഇത്രയും ടിയർഫുള്ളായിട്ട് ആളുകളൊക്കെ പൾസാറിലേക്ക് പറ്റിയ ആളുകളായിരിക്കും. എ മാൻ takes it into his head that it is an evil thing to have sexual intercourse with his wife and abstains from it. അപ്പോൾ ആ പറഞ്ഞ പുരുഷന്മാരിൽ ഇതുണ്ട്, ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധം പാപമാണ് എന്ന് കരുതിയിട്ട് അതിൽ നിന്നും ഒഴിവായി നിൽക്കില്ല. വിവാഹം കഴിച്ചിട്ടാണെന്ന് വിചാരിക്കണം. ചിലപ്പോൾ സാമൂഹിക സമ്മർദ്ദം, വീട്ടുകാരൊക്കെ സമ്മർദ്ദം കൊണ്ടായിരിക്കും വിവാഹം കഴിക്കുന്നത്. ഇത്ര ഒരുപാട് ആളുകളുണ്ട്. ഞാൻ 91 പശ്ചിമ ബംഗാളിലെ വിശ്വഭാരതി സർവകലാശാലയിൽ ഒരു 3 മാസത്തെ ഒരു ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ കോഴ്സിന് പോയി. അവിടെ ഒരു ഡെൻമാർക്കുകാരൻ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എന്നേക്കാൾ അല്പം കൂടി പ്രായം കൂടിയതാണ്. എനിക്കൊന്ന് 22 വയസ്സൊക്കെ ഉള്ളൂ. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ആ സമയത്താണ്. ഇയാൾ ഈ ഒരു ടൈപ്പായിരുന്നു. അപ്പം അന്ന് ഹോമിയോപ്പതി വായന വളരെ ശക്തമാണ് നടക്കുന്ന കാലമാണ്. ഇന്ത്യൻ ലെക്ചേഴ്സിൻ്റെ കയ്യിലുണ്ട്. ഇയാളുടെ ഈ ഒരു നേച്ചറാണ്. അപ്പോൾ എനിക്ക് ഇദ്ദേഹമായിട്ടൊന്ന് കുറച്ച് നടക്കേണ്ട താല്പര്യമുണ്ടായി. കാരണം ഇദ്ദേഹത്തിൻ്റെ പിതാവ് നോർവീജിയൻ ഭാഷയിലെ ഒരു പ്രൊഫസറാണ്, ജർമ്മനിയിൽ ഈ ഭാഷ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഈ ഭാഷയിൽ നിന്നുള്ള നോർവീജിയൻ എന്നുള്ളൊരു ലോകപ്രസിദ്ധ നാടകം, ഇബ്സൺ, ഹെൻറിക് ഇബ്സൺ എന്ന് പറയുന്ന ഒരു നാടകകൃത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മളൊക്കെ വായിക്കുന്നത് ഗോസ്റ്റ്സ് എന്ന് പറയുന്നത്, അത് മലയാളത്തിൽ വിവർത്തനം ചെയ്തിരുന്നു. ഞാൻ അവസരത്തിൽ ഇംഗ്ലീഷ് വെച്ചുകൊണ്ട് മലയാളത്തിൽ ചെയ്തിരുന്നു. പക്ഷേ അത് ഒറിജിനൽ ഭാഷയുമായിട്ട്, നോർവീജിയൻ ഭാഷയുമായിട്ട് എനിക്കൊന്ന് താരതമ്യം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വഴി ഇദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ട്, അദ്ദേഹം ജർമ്മനിയിലാണ്. അപ്പോൾ രാത്രി സമയത്ത് ഫോൺ ചെയ്തൊക്കെ ഞങ്ങൾ ചില ഭാഗങ്ങൾ, ചില സംഭാഷണങ്ങളിലേക്ക് ആ സോഴ്സ് ലാംഗ്വേജിലുള്ള കറക്റ്റ് മീനിങ് എന്താണെന്ന് അന്വേഷിക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹമായിട്ട് എനിക്ക് കുറച്ച് കൂടുതൽ അടുക്കാനിടയായി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ ഒരു ടൈപ്പാണ്. അദ്ദേഹത്തിനെ പ്രണയിക്കാൻ ചില ഒന്ന് രണ്ട് ബംഗാളി പെൺകുട്ടികൾ ഇദ്ദേഹത്തിനെ പ്രണയിക്കണം. ഇദ്ദേഹത്തിൻ്റെ ഒരു കലാപാരമ്പര്യമുള്ള കുടുംബമാണ്, ബംഗാളികൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന് ബംഗാളിൽ സെറ്റിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ചിലരൊക്കെ ഉണ്ടായിരുന്നു. അവരെന്നോട് പറയുന്നത് ഇയാളെ ഒന്ന് പ്രേരിപ്പിക്കുക, അയാളൊന്നൊരു ഒരു പ്രണയബന്ധം കൾട്ടിവേറ്റ് ചെയ്യാൻ. പക്ഷേ ഈ മനുഷ്യനാണെങ്കിൽ ഇതൊക്കെ പാപമാണ്. അപ്പോൾ അവിടുത്തെ ക്രിസ്ത്യൻ റിലീജിയസ് ഫാനാറ്റിസം കൊണ്ടുണ്ടായാണ് അദ്ദേഹത്തിനത്, അതൊക്കെ പാപമാണെന്നുള്ള ചിന്ത. ഞാൻ കുറേയൊക്കെ പറഞ്ഞു നോക്കി. പിന്നീട് ഇദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ വന്നു. അവിടെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വന്ന സമയത്ത് ഇയാൾക്ക് വളരെ തണുത്ത രാജ്യത്ത് നിന്ന് വരുന്ന അല്പം ചൂട് വന്നപ്പോഴേക്കും ഇദ്ദേഹത്തിന് കുറച്ച് പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ എനിക്കൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനുള്ള അവസരം കിട്ടി. അങ്ങനെ കൊൽക്കത്തയിലുള്ള ഒരു ഡോക്ടർ ബാനർജി, എനിക്ക് വ്യക്തിപരമായിട്ട് അടുപ്പമുണ്ടായിരുന്ന ആളായിരുന്നു. ബാനർജിയോട് ഞാൻ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹോമിയോപ്പതിയിലുള്ള എൻ്റെ ഒരു ഫാനാറ്റിസം ഡോക്ടർ ബാനർജിക്ക് അറിയാം. അദ്ദേഹം കൊണ്ടുവരാൻ പറഞ്ഞു. വളരെ തിരക്കുള്ള ഡോക്ടറാണ്. രാത്രി വീട്ടിൽ കൊണ്ടുവന്നു. അദ്ദേഹം കേസ് എടുത്തു. എന്നോട് പറഞ്ഞു ടിപ്പിക്കൽ പൾസാറ്റില്ല കൊടുത്തു. അപ്പോൾ ആ ഒരു ഡോസ് പൾസാറ്റിലുണ്ടായാലും അപ്പുറത്തെ പ്രശ്നങ്ങളൊക്കെ മാറി. കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുറിയിടാതിരിക്കാൻ പറ്റില്ല. മുറിയിടാതിരുന്ന് അടച്ചു കഴിഞ്ഞാൽ അപ്പോൾ പ്രശ്നം, രാത്രി പുറത്ത് പോകണം, അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ അത് മാറി. പിന്നീട് ഡോക്ടർ ബാനർജിയുടെ അടുത്ത് ഞാൻ വീണ്ടും കൊണ്ടുപോയി ചികിത്സ തുടരണമെന്ന് പറഞ്ഞു. 3 മാസം, ഒരു 2 മാസം കൂടി ബാക്കിയുള്ളൂ. ബാനർജി പറഞ്ഞു ഇദ്ദേഹത്തെ നമുക്ക് ശരിയാക്കി എടുക്കാം, പൾസാറ്റില്ല 1-2 ഡോസ് കൂടി കൊടുക്കേണ്ടി വരും, പിന്നീട് നമുക്കൊരു കുറച്ചുകൂടി ഡീപ്പർ മെഡിസിനിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ എന്തോ ചെയ്തെന്ന് തോന്നുന്നു. ഏതായാലും അദ്ദേഹം ജർമ്മനിലേക്ക് പോയി. പിന്നീട് ഞാൻ അദ്ദേഹമായിട്ട് വീണ്ടും കത്തിടപാടുകൾ തുടർന്നിരുന്നു. അദ്ദേഹം ജർമ്മനിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കീഴിൽ റിസർച്ച് ചെയ്തിരുന്നൊരു ജർമ്മൻ കാര്യത്തിൽ വിവാഹം കഴിച്ചു, സെറ്റിൽ ചെയ്തു. ഞാനന്ന് ഈ ഓർഗൻ ഓഫ് മെഡിസിൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ ചില ആഫ്രിസമൊക്കെ ഇംഗ്ലീഷിൽ സംശയം തോന്നുമ്പോൾ ജർമ്മൻ ഒറിജിനൽ ലാംഗ്വേജ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ പിതാവുമായിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഒരു വിവാഹം കഴിച്ചു, അദ്ദേഹത്തിന് കുട്ടികളൊക്കെ ഉണ്ടായി, നല്ല രീതിയിൽ ജീവിച്ചു. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് പൾസാറിലേക്കാണ്. അപ്പം അന്ന് ബാനർജി എടുത്ത് കൊണ്ടുപോയി പൾസാറിലേക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ അയാൾ ആ ഒരു ഫാനാറ്റിസമായിട്ട് അങ്ങനെ ജീവിച്ചു പോയേനെ. റിലീജിയസ് ഫ്രീക്സ്
an especial tendency to dwell on religious notions, fixed ideas concerning the scriptures. അതായത് മതപരമായ പുസ്തകങ്ങൾ, മതഗ്രന്ഥങ്ങൾ, ആത്മീയ ഗ്രന്ഥങ്ങൾ, അതിനെ ആ ഒരു എഴുതപ്പെട്ട കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും മാറ്റി നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെ വിലയിരുത്തേണ്ടതിന് പകരം അന്ന് എഴുതിയ അന്ന് ഉള്ള ആളുകളുടെ പ്രപഞ്ചവീക്ഷണവും ലോകവീക്ഷണവും ഒക്കെ വെച്ചുകൊണ്ട് അത് അതേപടി ഇപ്പോഴും ഫോളോ ചെയ്യണമെന്ന് പറയുന്ന, ഇപ്പോൾ സ്ക്രിപ്റ്റേഴ്സ് ക്രിസ്ത്യൻ ബിബ്ലിക്കൽ റൈറ്റിങ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഏത് മതത്തെ സംബന്ധിച്ചുള്ളത് ശരിയാണ്. എല്ലാം തന്നെ ആയിരക്കണക്കിനോ നൂറുകണക്കിനോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ് ഏത് മതഗ്രന്ഥമായാലും. അതൊക്കെ അന്നത്തെ പോലെ ഇന്നും പ്രയോഗിക്കണമെന്ന് പറയുന്നത് ഫാനാറ്റിസമാണ്. അത് ഈ പൾസാറ്റിലയിൽ അത്ര ആളുകളെ കുറേ പേരെ പൾസാറ്റിലയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഹി മിസ്യൂസസ് ആൻഡ് മിസ്അപ്ലൈസ് ദ സ്ക്രിപ്റ്റേഴ്സ് ടു ഹിസ് ഓൺ ഡെട്രിമെന്റ്, ഡ്വെൽസ് ഓൺ സയന്റിഫിക്കേഷൻ അണ്ടിൽ ഹി ബിക്കംസ് ഫനാറ്റിക്കൽ ആൻഡ് ഇൻസൈൻ. ഉണ്ടോ? മതഗ്രന്ഥങ്ങളെ, ആത്മീയ ഗ്രന്ഥങ്ങളെ അയാൾ ദുരുപയോഗം ചെയ്യുന്നു, തെറ്റായ സ്ഥാനത്ത് അതിനെ പ്രയോഗിക്കുന്നു. അത് തനിക്ക് തന്നെ ഡിറ്റർമെൻ്റലാണ്, അയാൾക്ക് തന്നെ ദോഷം ചെയ്യും. എന്നിട്ട് എന്താ, ഡ്വെൽസ് ഓൺ സയന്റിഫിക്കേഷൻ, അയാളുടെ മോക്ഷത്തെക്കുറിച്ച്, അയാൾക്ക് കിട്ടുന്ന മോക്ഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിത്യജീവനെക്കുറിച്ച് അങ്ങനെക്കുറിച്ച് ചിന്തിച്ച് അതിലിങ്ങനെ വല്ലാതെ മുഴുകിയിട്ട് അവസാനം ഒരു മതഭ്രാന്തിലേക്ക് എത്തുന്നു. ശരിക്കും ഇൻസാനിറ്റിയിലേക്ക്, ശരിക്കും ഭ്രാന്തിലേക്ക് എത്തുന്നു. മതഭ്രാന്തിൻ്റെ കുറച്ച് ഭ്രാന്തം വരുന്നു. തിങ്സ് ഹീസ് ഇൻ എ വണ്ടർഫുള്ളി സാങ്ക്ടിമോണിയസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അയാൾ ചിന്തിക്കുന്നത് എന്താ, ഞാൻ ധാർമ്മികമായിട്ട് വളരെ ഉയർന്നൊരവസ്ഥയുള്ള. ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല മത അതിതീവ്രവാദികളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അവരുടെ മതത്തിൽ കാണുന്ന കാര്യങ്ങൾ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച കാര്യങ്ങൾ, അതൊക്കെ ഇപ്പോഴും അതേപടി പ്രയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ തങ്ങൾ മതപരമായിട്ട് അല്ലെങ്കിൽ ധാർമ്മികമായിട്ട് വളരെ ഉയർന്നൊരവസ്ഥയിലാണ് സ്വയം ചിന്തിച്ച് സ്വയം ഒരു ഭ്രാന്തമായ അവസ്ഥയിലെത്തി അത് തിരിച്ചറിയാതെ അതൊക്കെ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം. ഇതൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് പറയുന്നതെങ്കിലും മറ്റെല്ലാ മതങ്ങളുടെ കാര്യത്തിലും അത് ശരി തന്നെയാണ്. അയാളുടെ മറ്റൊരു ചിന്ത എന്താ, ഹി ഹസ് സിൻഡ് അവേ ഹിസ് ഡേ ഓഫ് ഗ്രേസ്. നല്ല കാലം മുഴുവൻ ഞാൻ പാപം ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞു. കാരണം ഇത്തിരി മുതിർന്ന ശേഷമാണ് മതഗ്രന്ഥങ്ങൾ പഠിക്കുന്നതെങ്കിൽ അയാൾ വിചാരിച്ചു, ഇത്രയും കാലം ഞാനതൊന്നും അറിഞ്ഞില്ലല്ലോ, ഞാൻ പാപം ചെയ്തു പോയല്ലോ, തെറ്റ് ചെയ്തു പോയല്ലോ, എൻ്റെ കാലം, എൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ചല്ലോ എന്നുള്ള ചിന്ത. ദിസ് ഗോൺ അണ്ടിൽ ഹി ബിക്കംസ് ഇൻസൈൻ on other subjects, and then the tendency is to sit day after day in a taciturn way, and then the tendency is to sit day after day in a taciturn way. ഇത് ചിന്തിച്ച് ഭ്രാന്തായി മറ്റു വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഭ്രാന്താണെന്ന് തോന്നൽ. എന്നിട്ടെന്താ, ഒന്നും സംസാരിക്കാതെ അല്ലെങ്കിൽ വളരെ കുറച്ചുപാട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്നൊരവസ്ഥ. ഹി വിൽ നോട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് അൺലെസ് ഹാർഡ് പ്രസ്ഡ്. ഇങ്ങനെ നിർബന്ധിച്ച് ചോദിച്ചല്ലാതെ ചോദിക്കുന്നത് മറുപടി പോലും പറയില്ല. വെൻ ഓൾ ഹി വിൽ സേ ഈസ് യെസ് ഓർ നോ, ഓർ ഹി വിൽ മിയർലി ഷേക്ക് ഹിസ് ഹെഡ്. അപ്പോൾ ഈ മറുപടി തന്നെ എന്താ, അതെ അല്ലെങ്കിൽ അല്ല, അല്ലെങ്കിൽ വേറെ തലയാട്ടി കാണിക്കും, അത്രേ ഉള്ളൂ. പ്യൂർപ്പറൽ ഇൻസാനിറ്റി ഇൻ എ വുമൺ ഹു വാസ് മൈൽഡ്, ജെന്റിൽ ആൻഡ് ടിയർഫുൾ, ലേറ്റർ സാഡ് ആൻഡ് ടാസിറ്റേൺ, ആൻഡ് ദെൻ ഷി സിറ്റ്സ് ഇൻ ഹെർ ചെയർ ഓൾ ഡേ ആൻസറിങ് നത്തിങ് or merely nodding her head for yes or no. പ്യൂർപ്പറൽ ഇൻസാനിറ്റി, പ്രസവിച്ച് കിടക്കുന്നതിനെ തുടർന്ന് സ്ത്രീകൾക്കുണ്ടാകുന്ന മനോവിഭ്രാന്തി. ഇതുമായിട്ട് ബന്ധപ്പെട്ടും നല്ലൊരു അനുഭവം എനിക്കുണ്ടായി. ഞങ്ങളുടെ നാടിൻ്റെ പടിഞ്ഞാറ് കടൽ തീരം കണ്ണമാലി പ്രദേശത്ത് മത്സ്യത്തൊഴിലാളിയോട് ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഞാനവിടെ പോയി. ഒരു സുഹൃത്തിനെ അന്വേഷിക്കുന്ന പോയതാണ്. അവിടെ ചെറിയ കടലിനോട് ചേർന്ന് ചെറിയ കുടിലുകളാണെന്നത്. ഏർലി 90s ചെറിയ കുടിലുകളാണ്. അപ്പോൾ ഒന്നും പരസ്പരം വേലിക്കെട്ടൊന്നുമില്ല. ഒരു മുറ്റം രണ്ടിനൊക്കെ പൊതുവായ മുറ്റങ്ങളൊക്കെയാണ്, വിശേഷ അതിർത്തി പോലും ഇല്ല അവർക്ക്. അപ്പോൾ ഈ സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അടുത്ത വീടിൻ്റെ പിൻവശത്ത് ഒരു സ്ത്രീ കസേരയിൽ വെറുതെ ഇരിക്കുക. കണ്ടപ്പോൾ തന്നെ എനിക്ക് നോർമലല്ലാന്ന് തോന്നി. അപ്പോൾ അവരുടെ അമ്മയെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ ചെറിയൊരു ശിശുവിനെ അടുത്തുനിന്ന് നടക്കുന്നുണ്ട്. ഈ സ്ത്രീയുടെ അടുത്ത് കൊണ്ടുചെല്ലുന്നുണ്ട്, മടിയിരുത്തുന്നുണ്ട്. അവർ വിശേഷമൊന്നും പറയുന്നില്ല, കുട്ടി കരയുകയെന്നൊക്കെ ചെയ്യുന്നു, പ്രതികരിക്കുന്നില്ല. ഫീഡ് ചെയ്യാൻ പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഫീഡ് ചെയ്തു, പിന്നെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ ഈ സുഹൃത്തുമായിട്ട് സംസാരിച്ച് ഞങ്ങളുടെ പോയ കാര്യമൊക്കെ സംസാരിച്ച ശേഷം
ഞാൻ ഈ സ്ത്രീയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവർ പ്രസവിച്ച് ശേഷം വീട്ടിലൊന്ന് കിടക്കുമ്പോൾ എന്തുകൊണ്ട് ഭയന്ന് മനോവിഭ്രാന്തി ഉണ്ടായെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ അവരോട് സംസാരിക്കട്ടെ, അവരെ നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും. അപ്പം എനിക്ക് ഈ പൾസാറിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വന്നു. പൾസാറിൽ പല മരുന്നുകളുണ്ട്, ഓർമ്മ വന്നു. ഞാൻ ഈ സ്ത്രീയോട് സംസാരിച്ചപ്പോൾ അവർ ഒന്നും പറയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, വല്ലതും കൊണ്ട് പേടിച്ചോ? എന്ത് കണ്ടാണ് പേടിച്ചത്? എന്ത് കണ്ടാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഇവിടെ അമ്മ വന്നു. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു, എന്ത് കണ്ടാണ് പേടിച്ചത്? എന്തോ കൊണ്ട് പേടിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അമ്മ ചോദിച്ചിട്ടും ഈ എന്ന് പറഞ്ഞിങ്ങനെ ആടലല്ലാതെ മറുപടി പറയുന്നില്ല. അപ്പം എനിക്ക് തോന്നിയത് കണ്ടുപേടിച്ചതൊന്നുമല്ല, കണ്ടുപേടിച്ചാണെന്ന് മറ്റുള്ളവർ ചിന്തിച്ചതാണ്. പറയുമ്പോൾ എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ. ഈ പറച്ചിലാണ് ഏസോറിനോ അല്ലെങ്കിൽ തലയാട്ടിൽ. അപ്പോൾ ഞാൻ ഇവരുടെ അമ്മയുമായിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും. അവർ കുറേ ചികിത്സകൾ ചെയ്തു, നമുക്ക് മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട്, അപ്പോഴും കാര്യമാണ് ഗുണമൊന്നുമില്ല. അപ്പോൾ പ്രസവം കഴിഞ്ഞ് 3 മാസമൊക്കെ ആയി. ശരിയായ രീതിയിൽ ഫീഡ് ചെയ്യുന്നില്ല, കുട്ടിയെ നോക്കുന്നില്ല, ഇങ്ങനെ ഇരിപ്പാണ്. പുറത്തുനിന്നിരിക്കുക, അകത്തിരിക്കില്ല. ഈ പുറത്തുനിന്നിരിപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി. പൾസാറ്റിൽ ഞാൻ സംശയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ അകത്ത് പോയി ഇരുന്നുകൂടെ, എന്തിനാ ഇങ്ങനെ പുറത്തിരിക്കുന്നത്, ഈ കടൽക്കാറ്റ് കൊള്ളുന്നത് നല്ലതല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കിയപ്പോൾ എന്താ പറയുക, അകത്തിരിക്കണ്ട. അപ്പോൾ ഞാൻ ഈ സ്ത്രീയോട് ഇവരുടെ അമ്മയോട് സംസാരിച്ചു. ചെറുപ്പം മുതലുള്ള ഒരു ചെറുപ്പമാണ്, അമ്മയും വലിയ പ്രായമൊന്നുമില്ല, ഒരു 40-45 വയസ്സേ ഉള്ളൂ. ഞാൻ ഈ സ്ത്രീയുടെ ചെറുപ്പം മുതലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു വന്നപ്പോഴേക്കും ഇതൊരു പൾസാറിലെ കേസാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് അധികം ദൂരെയല്ല ഡോക്ടർ ജോപ്പൻ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രസിദ്ധനായൊരു ഹോമിയോപ്പാത്ത്. അദ്ദേഹം ക്വാളിഫൈഡ് ആയിരുന്നില്ല, കാരണം ഇതിന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം, പക്ഷേ അറിയപ്പെടുന്ന ഹോമിയോപ്പാത്താണ്. ഞാനും ആദ്യം ചികിത്സയ്ക്ക് പോയി അദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമുണ്ട്, വ്യക്തിപരമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഈ സ്ത്രീയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ കൊണ്ടുവരണ്ട, അദ്ദേഹം പറഞ്ഞു കൊണ്ടുവരണ്ട. ഞാൻ എൻ്റെ സംശയം പറയുകയും ചെയ്തു. അതാൻ പറഞ്ഞൊക്കെ തന്നെയാണ്, ഞാൻ നോക്കിക്കോളാം, അവരുടെ അമ്മയോട് വരാൻ പറയുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അമ്മ ചെന്നു, കണ്ട് സംസാരിച്ചു. ഞാൻ പിന്നീടൊരു 2-3 ആഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും അവിടെ ചെന്നപ്പോഴേക്കും ഈ സ്ത്രീ കുഴപ്പമില്ല, അവർ ജോലിക്ക് പോകാൻ തുടങ്ങി, ഒരു പ്രശ്നമൊന്നുമില്ല. നല്ല തന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത്, പക്ഷേ അദ്ദേഹം പറഞ്ഞില്ല. ഏതായാലും അവർ ആ വ്യക്തി രക്ഷപ്പെട്ടു. അവർ കുട്ടിയെ നോക്കാൻ തുടങ്ങി. ഞാൻ വിശദമായിട്ട് ചോദിച്ചു, കുട്ടിയെ നോക്കുന്നുണ്ടോ, ഫീഡ് ചെയ്യുന്നുണ്ടോ, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് ദൂരെ ഒരു കയർ വിരിക്കുന്ന തൊഴിലാളിയാണ്. അവർ കയർ വിരിക്കാനും ഈ ഉണക്കമീൻ വിൽക്കാനൊക്കെ പോകും, നല്ല ജോലി ചെയ്യുന്നുണ്ട്. സ്ത്രീ എനിക്ക് കാണാൻ പറ്റിയില്ല, കുറച്ച് ദൂരെ വിട്ടുമാണ്. ഏതായാലും ടിപ്പിക്കൽ ആ ഒരു പൾസാറിലെ കണ്ടീഷനാണ്. അപ്പോൾ ഇതൊരു പോളിക്രസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താ, നമുക്കിങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഒരുപാട് പൾസാറിലെ പേഷ്യൻസിൻ്റെ പലതരത്തിൽ ആണും പെണ്ണുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരിയായ ഈ ലെക്ചേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൾസാറിലെ ആളെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ശരിയായ രീതിയിൽ പൾസാറിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും അബ്യൂസ് ഇല്ലാതെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വളരെ അമിച്ചറായിട്ടുള്ള വളരെ നേരം പോക്കിന് വേണ്ടി മാത്രം ഹോമിയോപ്പതി പുസ്തകങ്ങൾ വായിക്കുന്ന എനിക്ക് പോലും കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് ഈ പുസ്തകം വായിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പൾസാറിലെ ജനറൽ കണ്ടീഷനൊക്കെ തുടർന്ന് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പൾസാറിനെ കുറിച്ചുള്ള വിലപ്പെട്ട ധാരാളം വിവരങ്ങളുണ്ട്, നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.